നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്റെ ഭർത്താവ് പ്രകാശേട്ടൻ പിശുക്ക് നിർത്തിയെന്ന് പറയുന്നതും മനോജ് വാങ്ങിയ പണം തിരിച്ചു കൊടുക്കുമെന്ന് പറയുന്നതും ഒരുപോലെയാ. രണ്ടും നടക്കാൻ പോകുന്നില്ല. ഒരിക്കലും മദ്യപിക്കാത്ത മനോജ് 10 പണം കണ്ടപ്പോ മദ്യപാനം തുടങ്ങിയില്ലേ? മദ്യലഹരിയിൽ വീട്ടിലെത്താനും തുടങ്ങി. ഇതൊക്കെ കാണുമ്പോ എന്താ മനസ്സിലാക്കേണ്ടത്? അമ്മ കൊടുത്ത പണം വെള്ളത്തിലായിന്ന് അതേ ഞാനും പറഞ്ഞുള്ളൂ. കഷ്ടം. എന്താ ഇവിടെ എന്താ ഒരു ബഹളം? അവളൊന്ന് വിശ്രമിക്കട്ടെ. ഒന്നുമില്ലമ്മേ, എവിടെയും പ്രശ്നം പണം തന്നെയാണല്ലോ. എന്റെ സ്വപ്നത്തിലെ വീട് പണിയാൻ ഞാൻ ചോര നീരാക്കി ഉണ്ടാക്കിയ പണം മുഴുവൻ അമ്മയുടെ മരുമോളെടുത്ത് ഇവന് കൊടുത്തില്ലേ? അതുകൊണ്ട് എന്റെ സ്വപ്നം ഒരിക്കലും നടക്കാത്ത സ്വപ്നമാക്കി മാറ്റുമെന്നാ എന്റെ സംശയം. മാധവനെന്നും വാടക വീട് തന്നെ ശരണം. സ്വന്തമായി ഉണ്ടാക്കിയ വീട്ടിൽ ഒരു ദിവസം ഒന്ന് കഴിയാൻ എനിക്ക് യോഗമില്ല. അതാ മോനെ മാധവ, എല്ലാരും കുത്തുവാക്കുകൾ പറഞ്ഞിട്ട് പോയി. അമ്മയ്ക്ക് പറയാൻ കുത്തുവാക്കുകളൊന്നുമില്ലേ? കുത്തുവാക്ക് പറഞ്ഞ് നിന്നെ തളർത്തണമെന്ന് അമ്മയ്ക്കൊരാഗ്രഹം ഇല്ല മോനെ. പക്ഷേ നിനക്ക് ഞാൻ തന്ന പണം നീ തിരിച്ചു തരുമെന്നുള്ള വിശ്വാസം ഇപ്പൊ അമ്മയ്ക്കില്ല. അമ്മയ്ക്കൊന്നേ പറയാനുള്ളൂ, എന്റെ മരണശേഷമെങ്കിലും നീ അത് പാലിക്കണം. ഞാൻ തന്ന പണത്തിൽ നിന്ന് നിന്റെ വിഹിതം എടുത്തിട്ട് ബാക്കി പണം നിന്റെ സഹോദരങ്ങൾക്ക് നീ വീതിച്ചു കൊടുക്കണം. ഇല്ലെങ്കിൽ അവരുടെ ശാപം കൂടി നിനക്ക് കിട്ടും. മോനെ, പണവേ സൂക്ഷിച്ച് ചെലവാക്കിയില്ലെങ്കിലേ കല്ലിലടിച്ച പൂക്കുലയുടെ അവസ്ഥയായി പോ. നാനാ വഴിക്കും നാനാവിധത്തിലും ചെലവായിപ്പോ. അത് പാടില്ല. പണം ശരിക്കും ആലോചിച്ചും സൂക്ഷിച്ചും കണ്ടും ചെലവാക്കണം കേട്ടോ. നേരായ രീതിയിൽ ബിസിനസ് ചെയ്ത് കാശുണ്ടാക്കണം, വിക്രമിനെ പോലെ. അതിനുവേണ്ടി ഈ അച്ചമ്മയുടെ പ്രാർത്ഥനയും അനുഗ്രഹവും എന്നും നിന്റെ ഒപ്പം ഉണ്ടാവും. എന്റെ പഴവങ്ങാടി ഗണപതി ഭഗവാനെ, വിഘ്നേശ്വര, എന്റെ കുഞ്ഞുങ്ങളെ കാത്തോളണേ. ഹരിതേ, നീയും കൂടെ സപ്പോർട്ട് ചെയ്യട്ടാ ഞാൻ അമ്മയോട് പണം ചോദിച്ചത്. എന്നിട്ട് നിനക്കൊന്നും പറയാനില്ലേ? നിന്റെ ഈ വഴിവിട്ട പോക്ക് കണ്ടിട്ട് ബിസിനസ് വിജയിക്കുന്ന ലക്ഷണമൊന്നും ഞാൻ കാണുന്നില്ല. അച്ഛമ്മ പറഞ്ഞതുപോലെ മര്യാദയ്ക്ക് ബിസിനസ് നടത്തി അമ്മയുടെ പണം തിരിച്ചു കൊടുക്കാൻ നോക്ക്. ഇല്ലെങ്കിൽ സഹോദരങ്ങളുടെ കൂട്ടുശാപത്തിന്റെ ഫലം അനുഭവിക്കേണ്ടി വരുന്നതേ നമ്മുടെ കുഞ്ഞായിരിക്കും. ഹരിതേ,
എല്ലാവർക്കും ഉപദേശിക്കാനും ശാസിക്കാനും കുറ്റപ്പെടുത്താനും ഞാൻ മാത്രം. ഞാൻ ചെയ്യുന്ന നന്മകളൊന്നും ആരും കാണുന്നില്ലേ? ഈ ബിസിനസിന്റെ കാര്യമാകുമ്പോ അല്പം മദ്യപിച്ചെന്നൊക്കെ വരും. നിന്റെ അച്ഛൻ മുണ്ട് മുറുക്കി കെട്ടി ഉണ്ടാക്കിയ പണവ ഞാനെടുത്ത് നിന്റെ കൈ തന്നത്. അതെല്ലാം മറന്ന് കുടിച്ച് കൂത്താടി നടന്ന് നീ ഒരു കാലത്തും ഗുണം പിടിക്കില്ലടാ. അമ്മയ്ക്ക് ഈ ബിസിനസിനെ പറ്റി ഒരു മണ്ണാങ്കട്ടെ അറിയത്തില്ല. എന്റെ ഭർത്താവ് പ്രകാശേട്ടൻ പിശുക്ക് നിർത്തിയെന്ന് പറയുന്നതും മനോജ് വാങ്ങിയ പണം തിരിച്ചു കൊടുക്കുമെന്ന് പറയുന്നതും ഒരുപോലെയാ. രണ്ടും നടക്കാൻ പോകുന്നില്ല. മാധവേട്ട ചായ. അവിടെ വയ്ക്കേ. അല്ല, മാധവേട്ടൻ ഇന്ന് ഈവനിങ് വാക്കിന് പോകുന്നു പറഞ്ഞിട്ട് പോകുന്നില്ലേ? പോണം, പക്ഷെ ഞാൻ ഒറ്റയ്ക്ക് പോകുന്നില്ല. ചന്ദ്രുവും എന്നോടൊപ്പം വരുന്നു. ഞാനും കൂടി വരാനോ? നല്ല കാര്യായി. നടക്കാൻ വരാനൊന്നും എനിക്ക് നേരമില്ല. ഇവിടെ പിടിപ്പത് പണിയില്ലേ? ഇവിടെ വന്ദനയും സുചിത്രയൊക്കെ ഉണ്ടല്ലോ. ജോലികളൊക്കെ അവർ ചെയ്യട്ടെ. ജീവിതത്തിൽ ഇത്രയും കാലം എന്നോടൊപ്പം നടന്നവളാ നീ. ഇനി നമ്മുടെ ജീവിതത്തിൽ പുതിയൊരു വഴി തുറക്കുക. ആ വഴിയിലും എന്റെ ചന്ദ്രു എന്റെ നേള് പോലെ കൂടെ ഉണ്ടാവണം. എന്താ മാധവേട്ട ഇങ്ങനെയൊക്കെ? മാധവേട്ടന് ഏത് വഴിക്ക് നടന്നാലും പിന്നാലെ ഞാനും ഉണ്ടാവില്ലേ? അറിയാം. ഈ വാടക വീടിന്റെ എട്ടാവട്ടത്ത് മാത്രം നടന്നാ പോരാ. പുറത്തിറങ്ങി നല്ല ശുദ്ധമായി ശ്വസിച്ചും കാഴ്ചകൾ കണ്ടും നമുക്ക് കുറച്ചേരം നടക്കാം. മാധവേട്ടന്റെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആവട്ടെ. അല്ല, മാധവേട്ടൻ ചായ കുടിക്കുന്നില്ലേ? വേണ്ട, ഇന്ന് നമ്മൾ പുറത്തുനിന്ന് ചായ കുടിക്കുന്നു. ആ, വേഗം പോയി റെഡിയാവും. ശരി മാധവേട്ട. ഇന്ന് ചന്ദ്രികയോട് മനസ്സ് തുറന്ന് ചിലതൊക്കെ സംസാരിക്കണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.